ഇന്ത്യയിലെ 4ാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മശ്രീ പുരസ്കാരം ഇന്ത്യയിലെ ആദ്യ വനിതാ പാപ്പാനായ ഹസ്തികന്യ എന്നറിയപ്പെടുന്ന പാർവതി ബറൂവയ്ക്ക് സമ്മാനിച്ചു. 2024 റിപ്പബ്ലിക് ദിനത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്ന് പത്മശ്രീ അവർ ഏറ്റുവാങ്ങി. പുരുഷന്മാർ മാത്രം ജോലി ചെയ്തിരുന്ന ഒരു മേഖലയായ ആനപ്പാപ്പാൻ എന്ന ജോലിയിൽ സ്ത്രീകൾക്ക് വഴികാട്ടിയായി മാറിയ വ്യക്തിയാണ് പാർവതി ബറുവ. ആനകളോടുള്ള അവരുടെ അളക്കാനാവാത്ത സ്നേഹവും പരിചരണവുമാണ് പാർവതിയെ പത്മശ്രീ പുരസ്കാരത്തിന് അർഹയാക്കിയത്. അസമിൽ ജനിച്ചു വളർന്ന പാർവതിക്ക് കുഞ്ഞുനാൾ മുതൽ വന്യജീവികളോടായിരുന്നു സ്നേഹം. ഗൗരിപൂർ രാജകുടുംബത്തിലെ പ്രകൃതിഷ് ചന്ദ്ര ബറുവയ്ക്ക് ജനിച്ച 9 മക്കളിൽ ഒരാളായിരുന്നു പാർവതി. ഗൗരിപൂരിലെ രാജാക്കന്മാരുടെ ഇടയിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്നു പ്രകൃതിഷ്. പിതാവിൽ നിന്നു തന്നെയാണ് പാർവതിക്ക് ആനകളോടുള്ള വാത്സല്യം കിട്ടിയത്. ഹസ്തികന്യ എന്നറിയപ്പെടുന്ന പാർവതി തന്റെ ആദ്യ ആനയെ 14ാം വയസ്സിൽ കൊക്രജാർ ജില്ലയിലെ കച്ചുകാവ് വനങ്ങളിൽ വെച്ചാണ് കണ്ടുമുട്ടുന്നത്. 1972 പാർവതി ആനപ്പാപ്പാനായി തീർന്നു. അന്നു മുതൽ ഇന്നുവരെ തന്റെ ജീവിതം ആനകൾക്കായി സമർപ്പിച്ചിരിക്കുകയാണ് ഈ വനിത. ആനകളെ കുളിപ്പിക്കുക, കാട്ടിൽ സവാരിക്ക് കൊണ്ടുപോവുക, പരിശീലിപ്പിക്കുക എന്നിവയൊക്കെയാണ് പാർവതി ബറുവയുടെ ദിനചര്യ. പാർവതിയുടെ കഥകൾ കേട്ടറിഞ്ഞ BBC അവരെ ആസ്പദമാക്കി ആനകളുടെ രാജ്ഞി എന്ന പേരിൽ ഒരു ഡോക്യുമെന്ററിയും ചെയ്തിട്ടുണ്ട്. ഇവരെക്കുറിച്ച് ബ്രിട്ടീഷ് എഴുത്തുകാരനും പ്രകൃതി ശാസ്ത്രജ്ഞനുമായ മാർക്ക് റോളണ്ട് ഷാൻഡ് എഴുതിയ 1966 പ്രസിദ്ധീകരിച്ച ക്വീൻ ഓഫ് എലിഫന്റ് എന്ന പുസ്തകവും ഏറെ പ്രശസ്തമാണ്.